വിദേശ സർവകലാശാല അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം വകുപ്പുമായി ആലോചിക്കാതെയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വെളിപ്പെടുത്തേണ്ട ബാധ്യതയില്ലെന്ന് മന്ത്രി. മാധ്യമങ്ങൾ ഇടതുപക്ഷ നയത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് വിദേശ റിക്രൂട്ട്മെന്റ് മേളകൾ നടത്തി ചില മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇടതുപാളയത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി വേണ്ടത്ര കൂടിയാലോചന നടത്താതെയാണ് ധനമന്ത്രി പ്രഖ്യാപനം നടത്തിയതെന്ന ആക്ഷേപവും ഉയർന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടിയാകട്ടെ ഇത് നിഷേധിക്കാതെയും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയേണ്ട ഒരു ബാധ്യത, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്വകാര്യ വിദേശ സർവകലാശാലകളോടുള്ള പഴയ നയം ഇടതുപക്ഷം ഉപേക്ഷിച്ചതിന് മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതിരോധം. ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ. പിന്നെ എന്തിനാണ് ഇത്രയധികം ജനാധിപത്യ സംരക്ഷകരായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ 2 ദിവസം കൊണ്ട് മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷത്തിന്റെ നയത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഒപ്പം മാധ്യമങ്ങൾ തന്നെ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മോശമാണെന്ന് ചിത്രീകരിക്കുകയും സമാന്തരമായിട്ട് മേളകൾ നടത്തി കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോകുന്നവരുടെ മേളകൾ സംവിധാനം ചെയ്തുകൊണ്ട് കുട്ടികളെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടു. ബജറ്റ് ചർച്ചയ്ക്ക് മുൻപായി വിഷയത്തിലെ അവ്യക്തതകൾ നീക്കാൻ ധനവകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ കൂടിയാലോചനകൾ നടന്നേക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.